ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ കൊറിയൻ സ്ട്രോബെറി മിൽക്കാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി വലിയ സമയവും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ജസ്റ്റ് സ്ട്രോബെറിയും കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഉള്ള ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്ട്രോബെറീസൊക്കെ 2-3 ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട്, അപ്പോൾ അത് ചീത്താവാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ആ സ്ട്രോബെറീസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തു. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് ഈ നമ്മൾ ക്ലീൻ ആക്കിയ സ്ട്രോബെറീസൊക്കെ നല്ലോണം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചോപ്പ് ചെയ്ത പീസസ് നമ്മളൊരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയതിനകത്ത് 1 സ്പൂൺ വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ, വലിയ മധുരം വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റായിട്ട് വരും. സ്ട്രോബെറീസ് സോഫ്റ്റായി വരുമ്പോൾ നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഫുള്ളും മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളൊന്ന് നല്ലോണം ഒന്ന് മാഷ് ചെയ്തിട്ട് 1 മിനിറ്റ് പിന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ജാം ടെക്സ്ചറിലേക്ക് ആയിട്ടോ. ഇപ്പോൾ നല്ല നിങ്ങൾക്ക് തിക്നെസ് ബേസ് ചെയ്ത് ഞാൻ അധികം തിക്കാക്കിയില്ല. ഇങ്ങനെ ഒരു ജാം പരുവത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്കാട്ടോ. അതിനകത്ത് കുറച്ച് സ്ട്രോബെറി ജാമും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ നല്ല തണുത്ത പാലിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ജാമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇത് കാണുമ്പോൾ തന്നെ അവർക്കും കുടിക്കാനും തോന്നും. സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കംപ്ലീറ്റ്ലി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ലൈറ്റ് പിങ്ക് കളറിൽ വരെ. അത്രേ ഉള്ളൂ. ബൈ.